السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മിൽ നിന്ന് വിട പറഞ്ഞ മുഴുവൻ ആളുകൾക്കും അവന്റെ മർഹമത്തും മഗ്ഫിറത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ജീവിതകാലത്ത് വന്നുപോയ എല്ലാ പാകപ്പിഴവുകളെയും അല്ലാഹു നമുക്കും അവർക്കും മാപ്പാക്കി നൽകട്ടെ. ഒരുപാട് ആളുകൾ പ്രത്യേകം ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. ആശുപത്രിയിൽ കഴിയുന്ന ഒരു കുട്ടിക്ക് വേണ്ടി പ്രത്യേകം ദുആരക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു ആജിലായ ശിഫാഇനെ പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ ബന്ധങ്ങളിൽ കുടുംബങ്ങളിലൊക്കെയുള്ള ധാരാളം ആളുകൾ വിവിധ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ്. ഈ ദിവസത്തിന്റെ ഈ സമയത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു എല്ലാവരുടെ ബുദ്ധിമുട്ടുകളെ നീക്കി കൊടുക്കട്ടെ. അവസാനം കമിലായ ഈമാനോടെ ലോകത്തോട് വിട പറയാൻ അല്ലാഹു നമുക്കും നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനമുള്ള മുഅ്മിനുകളെ, സത്യവിശ്വാസിയായ ഒരാൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി അവന്റെ മനസ്സിനെ അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തുക എന്നതാണ്. പലപ്പോഴും നമ്മൾ അറിയാതെ ദീനി വിരുദ്ധമായിട്ടുള്ള, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത, അള്ളാഹുവിന്റെ അടിമകൾ എന്ന നിലക്ക് നമ്മുടെ വായിൽ നിന്ന് ഒരിക്കൽ പോലും വന്നു പോകാൻ പാടില്ലാത്ത വാക്കുകൾ പലപ്പോഴും വരാറുണ്ട്. പതിറ്റാണ്ടുകളായിട്ട് രോഗങ്ങളെ കൊണ്ട്, കടം കൊണ്ട് ഒക്കെ ബുദ്ധിമുട്ടുന്ന ആളുകൾ ഉണ്ടാകും. ജീവിതത്തിൽ ഒരിക്കൽ പോലും അവർക്ക് സന്തോഷം എന്നത് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള ആളുകൾ പലരും ക്ഷമിക്കുന്നവരാണ്. അള്ളാഹു ഇതിൽ ഖൈർ കണ്ടിട്ടുണ്ടാകുമെന്ന് സമാധാനിക്കുന്നവരാണ്. പക്ഷേ ഒരുപാട് കാലം അള്ളാഹു നിഅമത്തിലായി നമ്മളെ ഇങ്ങനെ ജീവിപ്പിച്ച് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അള്ളാഹു നമുക്ക് പരീക്ഷണങ്ങൾ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുമ്പോൾ പല ആളുകൾക്കും അതൊരു വിഷമമാവും. അള്ളാഹു എന്താണ് എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് എന്ന് അറിയാതെ പറഞ്ഞു പോകുന്ന ആളുകളുണ്ട്. ഞാൻ അള്ളാഹ്ക്ക് എത്ര കണ്ട് ഇബാദത്ത് എടുക്കുന്നുണ്ട്, എന്നിട്ടും അള്ളാഹ് എന്നെ ബുദ്ധിമുട്ടിക്കുകയാണല്ലോ. വേറെ ധാരാളം ആളുകൾ അള്ളാഹുവിനോട് ധിക്കാരം ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു താല നിഅമത്ത് ഇങ്ങനെ ഏറ്റി കൊടുക്കുകയാണല്ലോ എന്നൊക്കെ ആളുകൾക്ക് തോന്നുകയും അറിയാതെ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത വാക്കുകൾ വരും. അതിന്റെ ഗൗരവം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ യുദ്ധത്തിന്റെ വാക്കുകൾ വരെ നമ്മുടെ നാക്കിൽ നിന്ന് വന്നു പോകും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പരീക്ഷണങ്ങളിൽ, ബുദ്ധിമുട്ടുകളിൽ ഒരാൾ ക്ഷമിക്കാൻ കഴിയുന്നതിനേക്കാൾ ബുദ്ധിമുട്ടായിരിക്കും പലപ്പോഴും ഒരുപാട് കാലം നിഅമത്ത് അനുഭവിച്ച് പിന്നീട് ഒരു പ്രയാസം വരുമ്പോൾ. നമ്മുടെ ഈ നാടും നാട്ടിലെ മുസ്ലിങ്ങളൊക്കെ പ്രത്യേകിച്ചും ഏറെക്കുറെയൊക്കെ അങ്ങനെയാണ്. നമുക്ക് ഒരുപാട് കാലമായി ആപേക്ഷികമായിട്ട് കുറെ സൗകര്യങ്ങളാണ്. മറ്റു രാജ്യങ്ങളിലൊക്കെ ഉള്ളതുപോലെ യുദ്ധമോ മറ്റു കെടുതികളോ പട്ടിണികളോ ആപേക്ഷികമായിട്ട് കുറവാണ്. അങ്ങനെ നിഅമത്തിലായിട്ട് ജീവിക്കുന്നതിനിടക്കായിരിക്കും അള്ളാഹു പരീക്ഷണത്തിന്റെ ഭാഗമായിട്ട് നമുക്കൊരു ബുദ്ധിമുട്ട് നൽകുന്നത്. പക്ഷെ അതിൽ ക്ഷമിക്കാൻ കഴിയാതിരിക്കുന്നത് മുസ്ലിമീങ്ങൾക്ക് വരുന്ന ഏറ്റവും വലിയ ഒരു പാളിച്ചയാണ്. നമ്മുടെ അമലുകളെ കൊണ്ട് മാത്രമല്ല നമ്മൾ മുസ്ലിം ആകുന്നത്, നമ്മളുടെ ഇബാദത്തുകളെ കൊണ്ട് മാത്രമല്ല. എനിക്ക് എത്ര കണ്ട് ശുക്റുണ്ട് അള്ളാഹുവിനോട്, എന്റെ ഈമാൻ അളക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. ഈമാൻ കാര്യങ്ങളിൽ അവസാനത്തെ കാര്യമായിട്ട് നമ്മളൊക്കെ പറയുന്നതും പഠിച്ചതുമാണല്ലോ, ഖൈറും ഷർറുമായ കാര്യങ്ങൾ അള്ളാഹുവിൽ നിന്ന് മാത്രമാണ്. നമ്മുടെ തവക്കുലിന്റെ അടിസ്ഥാനം ഈ വിശ്വാസമാണ്. നമ്മുടെ ക്ഷമയുടെ അടിസ്ഥാനം ഈ വിശ്വാസമാണ്. അള്ളാഹുവിലേക്ക് നമ്മൾ നന്ദി ചെയ്യുന്നതിന്റെ അടിസ്ഥാനവും ഈ വിശ്വാസമാണ്. ഈ വിശ്വാസം ആളുകൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് എപ്പോഴാണ്? ഈ ലോകത്തെക്കുറിച്ച് മനുഷ്യന്റെ കാഴ്ചപ്പാട് മാറുമ്പോഴാണ്. നമ്മളൊക്കെ മുസ്ലിങ്ങളാണ്, വിശ്വാസികളാണ്, പള്ളിയിൽ വരുന്നവരാണ്, നിസ്കരിക്കുന്നവരാണ്. പക്ഷേ ഭൗതിക ജീവിതത്തെക്കുറിച്ച് നമുക്കുള്ള കാഴ്ചപ്പാട് അവിശ്വാസികളുടെ കാഴ്ചപ്പാടാണ്. ഭൗതിക ജീവിതമാണ് ആസ്വാദനത്തിന്റെ ജീവിതം. ഇവിടെയാണ് ആസ്വാദനം ഉണ്ടാകേണ്ടത്. നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ആളുകൾ ചോദിക്കും, മരിച്ചു പോകണ്ടേ എന്ന് പറഞ്ഞാൽ മരിക്കുന്നത് വരെ ജീവിക്കണ്ടേ എന്നാണ് ആളുകൾ തിരിച്ചു ചോദിക്കുക. ഈ ലോകമാണ് മനുഷ്യന്റെ ആത്യന്തികമായ നന്മയുടെയും സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും ഒക്കെ ഇടം എന്ന് തീരുമാനിക്കുന്നത് വിശ്വാസിയുടെ ലോകവീക്ഷണമല്ല. നമ്മുടെ ലോകവീക്ഷണം എന്താണ്? നമ്മുടെ വിശ്വാസം എന്താണ്?
വിശുദ്ധ ഖുർആൻ എത്ര സ്ഥലത്താണ് ദുനിയാവിനെ കുറിച്ച് പറഞ്ഞത്? ദുനിയാവിനെ കുറിച്ച് പറഞ്ഞിടങ്ങളിലൊക്കെ ഖുർആൻ പറയുന്നത് മതാഉദ് ദുനിയ ഖലീലാണ്. ഈ ഭൗതിക ലോകത്ത് നമുക്ക് ലഭിക്കുന്ന വിഭവങ്ങളും സൗകര്യങ്ങളും ഒക്കെ വളരെ കുറവേയുള്ളൂ. അത് ഗുറൂറാണ്, നിങ്ങളെ വഞ്ചിപ്പിക്കുന്ന ഘടകമാണ്. അദ്ദുനിയ കുല്ലുഹാ മൽഊന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഭൗതിക ലോകം മുഴുവനും ശപിക്കപ്പെട്ടതാണ്, ലഅനത്ത് നിറഞ്ഞതാണ്. എന്ന് പറഞ്ഞാൽ ദുനിയാവായി കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ ഓർമ്മിപ്പിക്കുകയില്ല. ദുനിയാവിനിടയിൽ നിന്ന് അള്ളാഹുവിനെ നമ്മൾ കണ്ടെത്തണം. സൗകര്യങ്ങളിലായി ജീവിക്കുന്നതിനിടയിൽ നമുക്ക് അള്ളാഹുവിന്റെ ഓർമ്മയുണ്ടാകില്ല. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ ദുനിയാവിനെ കുറിച്ച് പറയുന്നിടത്തൊക്കെ അത് ഖുറൂറാണ്, അത് ഖലീലായ മതാഅൻ, ഖൈറും വഅബ്ഖാ, ഏറ്റവും ഉത്തമമായത്, എന്നൊന്നും നിലനിൽക്കുന്നത് അത് ദാറുൽ ആഖിറത്താണ്, ആഖിറത്തിലെ ജീവിതമാണ്. നമ്മൾ ജുമുഅയിലെ സൂറത്ത് ഓതുമ്പോൾ പോലും നമ്മൾ പറയുന്നത് അതല്ലേ? അവിടെയാണ് ഏറ്റവും ഉത്തമമായ ജീവിതമുള്ളത്. ഈ ദുനിയാവിനെ കുറിച്ച് നമ്മൾ പറയുന്നത് ദാറുൽ ബലാ ആണ്, ദാറുൽ ജസാ അല്ല. ഇത് പരീക്ഷണത്തിന്റെ വീടാണ്, ഇത് പ്രതിഫലം നൽകപ്പെടുന്ന സ്ഥലമല്ല. ഇവിടെ നിന്ന് പ്രതിഫലം പ്രതീക്ഷിക്കേണ്ട. സൗകര്യങ്ങളിൽ നിയമത്തുകൾ എങ്ങനെ കൂടുമ്പോൾ മനുഷ്യര് ഭൂമിയിൽ പേടി ഉണ്ടാവുകയാണ് വേണ്ടത്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഇസ്ലാം വിവിധ പ്രദേശങ്ങളിലേക്ക് വ്യാപിച്ച് ഒരു യുദ്ധം കഴിഞ്ഞ് വന്നപ്പോൾ ഗനീമത്തിന്റെ യുദ്ധാർജിത സമ്പത്ത് ധാരാളമായിട്ട് കുന്നുകൂടപ്പെട്ടിരിക്കുകയാണ് മദീനയിൽ. ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ആ സമ്പത്ത് ഇങ്ങനെ നോക്കിയിട്ട് കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, സങ്കടത്തോടുകൂടി കണ്ണീരൊലിപ്പിക്കുകയാണ്. അപ്പോഴാണ് കൂടെയുള്ളവർ ചോദിച്ചത്, നമുക്ക് യുദ്ധാർജിത ഗനീമത്തിന്റെ മുതൽ കൂടുതൽ കിട്ടിയില്ലേ? ഒരു ഖലീഫ എന്ന ഭരണാധികാരി എന്ന നിലയ്ക്ക് നിങ്ങൾ സന്തോഷിക്കുകയല്ല വേണ്ടത്, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ദുഃഖിക്കുന്നത്? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മുമ്പ് കഴിഞ്ഞു പോയ ആളുകൾ, മുൻ സമുദായക്കാർ നശിച്ചതുപോലെ എന്റെ ഉമ്മത്തിനെയും നശിപ്പിക്കുന്നത് ഈ പണമായിരിക്കും എന്ന കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയുണ്ടായി, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെയാകുമ്പോ ഞങ്ങൾക്ക് എന്നും ബുദ്ധിമുട്ടുകളായിരുന്നു, എന്നും പ്രതിസന്ധികളായിരുന്നു, പട്ടിണിയും പരിവട്ടവുമായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ക്ഷമിക്കാൻ കരുത്തുണ്ടായിരുന്നു, ബുദ്ധിമുട്ടുകളിൽ ക്ഷമിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തോടുകൂടി ഞങ്ങൾക്ക് സൗകര്യങ്ങളായി, ഇസ്ലാം വ്യാപിച്ചു, സമ്പത്ത് കൂടി, അനുഗ്രഹങ്ങൾ ധാരാളമായിട്ട് റബ്ബ് നൽകി. അനുഗ്രഹങ്ങൾക്കിടയിൽ ജീവിച്ചപ്പോൾ ഞങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞില്ല. പറയണത് ആരാ? മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങൾ സ്വർഗത്തിലേക്ക് ഇഴഞ്ഞു പോകുന്നത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞപ്പോ, നിങ്ങളുടെ സമ്പത്ത് കാരണത്താൽ നിങ്ങൾ ഇഴഞ്ഞിട്ടാണ് സ്വർഗത്തിലേക്ക് പോവുക എന്ന് കേട്ടപ്പോൾ തന്റെ സമ്പത്ത് പരിശുദ്ധ ദീനിന്റെ മാർഗത്തിലേക്ക് ചെലവഴിക്കാൻ സന്നദ്ധനായ മഹാനാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സ്വഹാബിയാണ്. അവരാ പറയുന്നത്, നിഅമത്ത് കൂടുതൽ കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞില്ല. ഇത് മനുഷ്യന്റെ പ്രകൃതമാണ്. ഒരു മുഅ്മിനിന്റെയും കാഫിറിന്റെയും, ഒരു സത്യവിശ്വാസിയുടെയും കപടവിശ്വാസിയുടെയും മുനാഫിഖിന്റെയും ഇടയിലുള്ള വ്യത്യാസം ഏറ്റവും പ്രധാനമായി നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്യുക എന്നത് മുഅ്മിനിന്റെ പ്രത്യേകതയാണ്. നിഅമത്തുകൾ വരുമ്പോൾ അള്ളാഹുവിനെ മറക്കുക എന്നത് കപടവിശ്വാസിയുടെ അടയാളമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന്റെ ഉദാഹരണമായി മൂന്ന് പേരുടെ ചരിത്രം വിശദീകരിക്കുന്നുണ്ട്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ആ ചരിത്രം രേഖപ്പെടുത്തി. ബനു ഇസ്രായേലുകാർക്കിടയിൽ 3 മനുഷ്യന്മാരുണ്ടായിരുന്നു. ഒരാൾ വെള്ളപ്പാണ്ട് കൊണ്ട് കുഷ്ഠരോഗം പിടിച്ചുകൊണ്ട് കഷ്ടപ്പെടുന്ന ആളാണ് ഒരാൾ. രണ്ടാമത്തെ ആൾ ബധിരനായിരുന്നു, ചെവി കേൾക്കാത്തയാളാണ്. മൂന്നാമത്തെ ആൾ അന്ധനായിരുന്നു. നമ്മളൊക്കെ പഠിച്ചിട്ടുള്ള കേട്ടിട്ടുള്ള ഹദീസാണ്, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് നമുക്കൊരു ഓർമ്മയുണ്ടാകാൻ നല്ലതാണ്. ഈ 3 പേരിൽ ഒരാൾ, ഒന്നാമത്തെ ആൾ കുഷ്ഠരോഗം ബാധിച്ചുകൊണ്ട് കിടക്കുന്ന ആളാണ്. 3 അസുഖം ബാധിച്ച് എല്ലാവരും ജനങ്ങൾ അവരെ കുറിച്ച് മോശം വാക്കുകൾ പറഞ്ഞ് ആക്ഷേപിക്കപ്പെട്ടുകൊണ്ട് കഴിയുന്നവരാണ്. അവരെ പരീക്ഷിക്കാൻ അള്ളാഹു തീരുമാനിച്ചു. അവരുടെ അരികിലേക്ക് മലക്കുകളെ പറഞ്ഞയച്ചു. മലക്ക് വന്നിട്ട് ഒന്നാമത്തെ ആളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് അസുഖമാണല്ലോ, നിങ്ങൾക്ക് എന്താ വേണ്ടത്, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം എന്താ? അയാൾ പറഞ്ഞു, എന്റെ കുഷ്ഠമൊക്കെ മാറിയിട്ട് എനിക്ക് നല്ല ശരീരം ഉണ്ടാകണം, എനിക്ക് നല്ല നിറമുണ്ടാകണം. ആ മലക്ക് ദ്വാരന്നു കൊടുത്തു, അസുഖം മാറി. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സമ്പത്ത് ഏതാന്ന് ചോദിച്ചു. ഒട്ടകമാണെന്ന് പറഞ്ഞു. ഒട്ടകത്തെ കുറിച്ച് 10 ഒട്ടകങ്ങളെ കൊടുത്തു. രണ്ടാമത്തെ എന്നിട്ട് പറഞ്ഞു, ബാറക്കല്ലാഹു ഫീ മാലിക, അള്ളാഹു നിങ്ങളുടെ സമ്പത്തിൽ അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. രണ്ടാമത്തെ ആൾ അരികിലേക്ക് ചെന്നു. അയാൾ ബധിരനാണ്.
അയാളോട് ചോദിച്ചു, നിങ്ങളുടെ ബുദ്ധിമുട്ട് എന്താണ്? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഏതാണ്? അയാൾ പറഞ്ഞു, എന്റെ കേൾവി തിരിച്ചു കിട്ടണം, ആളുകളൊക്കെ എന്നെ ആക്ഷേപിക്കുന്നതിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടണം, എനിക്ക് നല്ല ജീവിതം മാർഗമുണ്ടാകണം. ദ്വാരന്നു കൊടുത്തു, അസുഖം മാറി. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സമ്പത്ത് ഏതാണെന്ന് ചോദിച്ചു. എനിക്ക് ബക്കറത്തിനെയാണ്, നല്ല പശുക്കളെ വേണമെന്ന് പറഞ്ഞു. പശുക്കളെ കൊടുത്തു. മൂന്നാമത്തെ ആൾ അന്ധനായിരുന്നു. അയാളുടെ അരികിലേക്ക് എത്തിയപ്പോൾ അയാൾ പറഞ്ഞു, എനിക്ക് കണ്ണിന്റെ കാഴ്ച കിട്ടണം, എല്ലാം കാണണം ലോകത്തുള്ളതൊക്കെ. ദ്വാരന്നു കൊടുത്തു, അത് കിട്ടി. നിങ്ങൾക്ക് വേണ്ട സമ്പത്ത് എന്താണ്? അന്നത്തെ സമ്പത്താണ് ഇതൊക്കെ, ഈ നല്ല മാടുകളും ആടുകളും ഉണ്ടാവുക എന്നത്. ആട് വേണമെന്ന് പറഞ്ഞു, ആടിനെയും കൊടുത്തു. ആ ആടുകളും ഈ മാടുകളും ഒക്കെ പ്രസവിച്ചു പെറ്റുപെരുകി എല്ലാവരും സുഭിക്ഷമായി ജീവിച്ചു. ഓരോരുത്തർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഓരോരുത്തർക്കും താഴ്വാരങ്ങൾ നിറയെ ഉള്ള സമ്പത്തുണ്ടായി. ആ പ്രദേശത്തെ ഏറ്റവും വലിയ ധനികരായി മാറി. കാലങ്ങൾ അങ്ങനെ കഴിഞ്ഞു. പതിറ്റാണ്ടുകൾക്ക് ശേഷം അല്ലാഹു തആല വീണ്ടും മലക്കിനെ പറഞ്ഞയച്ചു. ഒന്നാമത്തെ മലക്ക് ഈ മൂന്ന് പേരുടെയും അരികിലേക്ക് പറഞ്ഞയക്കുന്നത് മൂന്ന് പേരുടെയും പഴയ രൂപത്തിലാണ്. ഒന്നാമത്തെ അരികിലേക്ക് ഒരു കുഷ്ഠരോഗം ബാധിച്ച ഒരാളുടെ കോലത്തിലാണ് മലക്ക് വന്നത്. മലക്ക് വന്നിട്ട് പറഞ്ഞു, ഞാൻ കുഷ്ഠരോഗിയാണ്, എല്ലാവരും എന്നെ അടുപ്പിക്കുന്നില്ല, എല്ലാവരും എന്നെ ആട്ടിയോടിക്കുകയാണ്. നിങ്ങളും ഇങ്ങനെ ആയിരുന്നല്ലോ ഒരു കാലത്ത്, നിങ്ങൾക്ക് അള്ളാഹു സമ്പത്ത് നൽകിയതല്ലേ, എനിക്ക് എന്തെങ്കിലും ഒന്ന് തരണം എന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞു, ഞാൻ തരൂല, ഈ സമ്പത്തൊക്കെ എനിക്ക് കാബിർ, എന്റെ വാപ്പാര് വല്യപ്പാരായിട്ട് അനന്തരം കിട്ടിയതാണ്. ഈ മുതലൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ്, എനിക്ക് അനന്തരം കിട്ടിയതാണ്. എനിക്കൊരു അസുഖവും ഉണ്ടായിട്ടില്ല, എനിക്ക് ഒരു ശമനവും ഉണ്ടായിട്ടില്ല, പ്രത്യേക നിയമത്തൊന്നല്ല, എന്റെ അധ്വാനം കൊണ്ട് കിട്ടിയതാണ്. രണ്ടാമത്തെ ആൾ അള്ളാഹു, ആ മനുഷ്യൻ അയാളോട് പറയുന്നുണ്ട്, മലക്ക് പറയുന്നുണ്ട്, നിങ്ങൾ ഈ പറയുന്നത് സത്യമാണെങ്കിൽ അള്ളാഹു നിങ്ങളെ തൊട്ട് സ്വീകരിക്കട്ടെ, അതല്ല കളവാണെങ്കിൽ നീ ഏതൊരവസ്ഥയിലാണോ നേരത്തെ ഉണ്ടായിരുന്നത് അതിലേക്ക് നിന്നെ അള്ളാഹു മടക്കട്ടെ. രണ്ടാമത്തെ ആളരികിലേക്ക് ചെന്നു. താഴ്വാരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന മാടുകളെ കൊണ്ട് സമ്പന്നനായ ആളാണ്. അയാളോട് വന്നിട്ട് ചോദിച്ചപ്പോ പറഞ്ഞു, അയാളുടെ അടുത്തേക്ക് ബദീറിന്റെ കോലത്തിലാ വന്നത്. എന്നിട്ട് പറഞ്ഞു, ഞാനൊരു പാവമാണ്, എല്ലാവരും എന്നെ ആക്രമിക്കുന്നു, അപകടപ്പെടുത്തുന്നു, എനിക്ക് സമ്പത്ത് വേണം എന്തെങ്കിലും. അയാളും പറഞ്ഞു, ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ്, എനിക്ക് കാബിർ, വാപ്പാര് വല്യപ്പാരായിട്ട് കിട്ടിയതാണ്, എനിക്കാരും തന്നതല്ല, വേറുള്ള ആളുകൾ ആരും അനുഗ്രഹം ചെയ്തതൊന്നല്ല, ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പോഴും തിരിച്ചു പറഞ്ഞു മലക്ക്, നീ പറഞ്ഞത് കളവാണെങ്കിൽ അള്ളാഹു നീ എങ്ങനെയായിരുന്നുവോ നീ ഉണ്ടായിരുന്നു അങ്ങനെ അള്ളാഹു തല മാറ്റട്ടെ. രണ്ടുപേരും അങ്ങനെ തന്നെയായി മാറി. മൂന്നാമത്തെ മനുഷ്യന്റെ അന്ധനായ ആളുടെ അരികിലേക്ക് വന്നു. അയാളുടെ അടുത്തേക്ക് അന്ധന്റെ രൂപത്തിൽ വന്നിട്ട് പറഞ്ഞു, എനിക്ക് കണ്ടു കാണുന്നില്ല, നിങ്ങൾ എന്നെ സഹായിക്കണം, സമ്പത്ത് വേണം. ആ മനുഷ്യൻ പറഞ്ഞു, ഇരിക്കാൻ പറഞ്ഞു. നിങ്ങളെ പോലെയായിരുന്നു ഞാനും, അന്ധനായിരുന്നു, ദരിദ്രനായിരുന്നു, പാവമായിരുന്നു. അല്ലാഹു തആല എനിക്ക് നിഅമത്തായി നൽകി, ഈ സമ്പത്ത് മുഴുവൻ റബ്ബ് നൽകിയതാണ്, അതുകൊണ്ട് നിനക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ എടുത്തു കൊണ്ടുപോയിക്കോ. അന്ധനായ മനുഷ്യന്റെ ആ വാക്ക് കേട്ടപ്പോൾ മലക്ക് പറഞ്ഞു, ഞാൻ ഒന്നും എടുക്കുന്നില്ല, നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി അള്ളാഹു പറഞ്ഞയച്ചതാണ്. എന്നിട്ട് മലക്ക് പറയുന്നു, അള്ളാഹു നിങ്ങളെ തൊട്ട് റാദിയാണ്, നിങ്ങളെ തൊട്ട് റബ്ബ് തൃപ്തിപ്പെട്ടിരിക്കുന്നു. എന്നാൽ നിങ്ങളുടെ മറ്റു രണ്ട് കൂട്ടുകാരുണ്ടല്ലോ, അവരുടെ കാര്യത്തിൽ റബ്ബിന് വലിയ ദേഷ്യം വന്നിരിക്കുന്നു എന്ന് മലക്ക് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തു. അയിമ്മത്ത് വിശദീകരിക്കുകയാണ്, മുഅ്മിനായ ആളുകൾക്കിടയിൽ നിന്ന് ശാക്കിർ ആരാണ്, കാഫിർ ആരാണ്, നന്ദി ചെയ്യുന്നവരാരാണ്, നന്ദികേടുള്ളവൻ ആരാണ് എന്ന് വേർതിരിയാൻ ഈ ഒരൊറ്റ മാനദണ്ഡം മാത്രം മതി എന്നാണ്. ഈ ഒരൊറ്റ മാനദണ്ഡം പഠിച്ചാൽ മതി. നന്ദിയുള്ളവന്റെയും നന്ദികേടുള്ളവന്റെയും ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് തിരിച്ചറിയാൻ ഇത് മാത്രം മതി എന്നാണ്. ആളുകൾക്ക് നിഅമത്തുകൾ വരുമ്പോൾ ആളുകൾ അള്ളാഹുവിനെ മറന്നു കളയും. ഖുർആൻ അത്തരക്കാരെ കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യൻ ഭൂമിയിൽ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അവൻ സ്വയം പര്യാപ്തനാണ് എന്ന തോന്നൽ അവനുണ്ടാകുന്നതാണ്. അതൊരു മുസീബത്താണ്, പരീക്ഷണമാണ്. ഞാൻ സ്വയം പര്യാപ്തനാണ് എന്ന് എനിക്ക് തോന്നുക. എനിക്ക് സമ്പത്തുണ്ടാകുമ്പോ, വിവരമുണ്ടാകുമ്പോ, അധികാരമുണ്ടാകുമ്പോ, സൗകര്യങ്ങൾ ഉണ്ടാകുമ്പോ ഞാൻ സ്വയം പര്യാപ്തനാണ് എന്ന തോന്നൽ എനിക്കുണ്ടായാൽ അത് തുഗ്യാനാണെന്ന് പരിശുദ്ധ ഖുർആൻ, അതിക്രമമാണെന്ന്. കല്ലാ ഇന്നൽ ഇൻസാന ലയത്ഗാ, മനുഷ്യൻ തീർച്ചയായും അതിക്രമകാരിയായിട്ട് മാറും. എപ്പോ? അർറആഹു ഇസ്തഗ്നാ, അവനെ തന്നെ സ്വയം പര്യാപ്തനാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ, എന്റെ കാര്യങ്ങൾ എന്നെ കൊണ്ട് തന്നെ നടക്കുമെന്ന് അവന് തോന്നിയാൽ, എന്റെ കയ്യിൽ പണമുണ്ടല്ലോ, ഞാനാണ് വലിയവനെന്ന തോന്നലുണ്ടായാൽ, ഇസ്തിഗ്നാഉൻ നഫ്സ് അവനുണ്ടായി കഴിഞ്ഞാൽ അവൻ വലിയ അക്രമകാരിയായിരിക്കും. അങ്ങനെ തൂയാൻ കാണിക്കുന്ന ആളുകളുടെ അഭയകേന്ദ്രം നരകമാണെന്ന് മറ്റൊരു ആയത്തിലൂടെ വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. നോക്ക്, ഭൂമിയിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെടാത്ത കാര്യം എന്താണ്? അള്ളാഹുവിന്റെ ഭൂമിയിൽ
അവൻ നൽകിയ വിഭവങ്ങളും സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തി ജീവിക്കുമ്പോൾ അള്ളാഹുവിന്റെ അടിമയാണ് ഞാൻ എന്ന ഓർമ്മയില്ലാതെ ഞാൻ ഈ ഭൂമിയുടെ സുൽത്താനാണ്, അധികാരിയാണ് എന്ന് കരുതി നടക്കുന്നത് അള്ളാഹുവിന് ഒട്ടും ഇഷ്ടമില്ലാത്ത പണിയാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ, ലോക ചരിത്രത്തിൽ എടുത്തു നോക്കിയാൽ അത്തരം അതിക്രമകാരികളെ അള്ളാഹു വെച്ച് ഉറപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, പിൽക്കാലക്കാർക്കൊക്കെ മാതൃകയാകുന്ന രീതിയിൽ നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട് അള്ളാഹു. ഫിർഔനിന്റെ നാശം ഖുർആൻ പറഞ്ഞിട്ടില്ലേ? എന്തിനാ ഫിർഔനിന്റെ നാശം പറഞ്ഞത്? നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള, ആയിരക്കണക്കിന് വർഷങ്ങൾക്കുള്ള മുമ്പുള്ള ഫിർഔനിന്റെ നാശത്തെ ഖുർആൻ പറഞ്ഞത് ആ കഥ കേൾക്കാനല്ല. ഫിർഔനുമാർ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടാകും. ഫിർഔനിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തായിരുന്നു? അന റബ്ബുക്കുമുൽ അഅല, ഞാനാണ് ഏറ്റവും വലിയ പടച്ചോൻ എന്ന് പറയുന്ന ഭൗതികവാദിയാണ്. ദൈവത്തിന്റെ ആവശ്യമില്ല, കാര്യങ്ങൾ ഇവിടെ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്, എന്റെ കാര്യങ്ങൾ ഞാനാണ് നടപ്പിലാക്കുന്നത്, ഞാനാണ് ഈ രാജ്യത്തെ അധികാരിയും പരമാധികാരിയും, സൗകര്യങ്ങളൊക്കെ എനിക്കുണ്ട്, സമ്പത്തുണ്ട് എന്ന് പറയുന്ന ഭൗതികവാദമായിരുന്നു ഫിർഔനിന്റെ ഭൗതികവാദം. ആ ഭൗതികവാദത്തെ അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞു എന്ന് മാത്രമല്ല, മരിക്കുന്ന നേരത്ത്, ചത്തുപോകുന്ന നേരത്ത്, മുങ്ങിച്ചാകുന്ന നേരത്ത് ഞാൻ മൂസാ നബി അലൈഹിസ്സലാമിന്റെ റബ്ബിനെ കൊണ്ട് ഞാൻ വിശ്വസിച്ചു എന്ന് പറയാൻ ഫിർഔനിന്റെ നാവ് പൊന്തി. അല്ലാഹു തആല നമുക്കുള്ള ഓർമ്മയാണ്. ഭൗതികമായ വാദങ്ങൾ ഉന്നയിച്ച് ഈ ലോകമാണ് എല്ലാം എന്ന് കരുതുന്ന ആളുകൾ, അവർ ആധുനിക ഫറോവമാരാണ്. ആ ഫറോവമാർക്ക് അവസാന നേരത്ത് ആമൻതു ബിറബ്ബി മൂസ എന്ന് പറഞ്ഞ വാക്ക് അവർക്ക് പറയേണ്ടി വരും. ഖാറൂനിന്റെ ചരിത്രം പറഞ്ഞിട്ടില്ല പരിശുദ്ധ ഖുർആൻ? എത്ര സമ്പത്താ ഖാറൂന് പടച്ചോൻ കൊടുത്തതല്ലേ? ധിക്കാരം കാണിച്ചപ്പോൾ ഭൂമിയുടെ അടിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു ഖാറൂനിനെ. ആ ചരിത്രം നമുക്ക് പറഞ്ഞു നൽകുന്നത് എന്തിനാണ്? ആ കഥ കേട്ടുകൊണ്ട് പുളകിതമാകാൻ വേണ്ടിയല്ല, ആധുനിക ഖാറൂനുമാരായി നമ്മളൊന്നും മാറാതിരിക്കാൻ വേണ്ടിയാണ് നമുക്കത് പറഞ്ഞു തരുന്നത്. വിശുദ്ധ ഖുർആൻ ഇത്തരം ഖിസസുകളെ നമുക്ക് പറഞ്ഞു നൽകിയത് നമ്മൾ അത്തരത്തിലുള്ള മാതൃകകൾ സ്വീകരിക്കാതിരിക്കാൻ വേണ്ടിയാണ്. നമ്രൂദിന്റെ കഥ പറഞ്ഞിട്ടുണ്ട് ഖുർആൻ. നമ്രൂദിന്റെ സവിശേഷത എന്തായിരുന്നു? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെതിരെ സത്യമാണെന്നറിഞ്ഞിട്ടും ആളുകൾക്ക് വിശ്വാസമുണ്ടായിട്ടും തന്റെ അധികാരവും സൗകര്യങ്ങളും നഷ്ടപ്പെടുമോ എന്ന് ഭയന്നുകൊണ്ടാണ് നമ്രൂദിന്റെ ക്രൂരമായ മർദ്ദനങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെതിരെ നടപ്പാക്കാൻ തുനിഞ്ഞത്. എന്തു സംഭവിച്ചു? അവസാനം നമ്രൂദ് ഒന്നുമല്ലാതെയായി പോയി. നമ്രൂദിന്റെ ചരിത്രം പറയുന്നത് കാണാം. ആരാ നമ്രൂദ്? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ തീയിലേക്ക് എറിയാൻ വെമ്പൽ കൊണ്ട നമ്രൂദ്. ആ നമ്രൂദിന്റെ അന്ത്യം എങ്ങനെയാണ്? നമ്രൂദിന്റെ അന്ത്യത്തെക്കുറിച്ച് ചരിത്രകാരന്മാർ തഫ്സീറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്രൂദിന്റെ ചെവിയിലേക്ക് ചെറിയൊരു പ്രാണി കടന്നു. ആ പ്രാണി തലക്കുള്ളിൽ പെറ്റുപെരുകി, തലക്കുള്ളിൽ വലിയ സഞ്ചാരമുണ്ടായി, അസ്വസ്ഥതകൾ ഉണ്ടായി. ചുറ്റും തന്റെ കൂടെയുള്ള ആളുകളോട് രണ്ട് ഭാഗത്തേക്കും അടിക്കാൻ വേണ്ടി പറയുമായിരുന്നു നമ്രൂദ് എന്നാണ്. അങ്ങനെ നരകിച്ചു മരിച്ചുപോയി. ലോകത്തെല്ലാം അങ്ങനെയാണ്, എല്ലാവരും അങ്ങനെയാണ്. അബൂജഹൽ മുതൽ ആധുനിക അബൂജഹലുമാർ വരെ അവരുടെ അന്ത്യം നഷ്ടത്തിലും കഷ്ടത്തിലുമാണ്. അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി. ആരാ അബൂജഹൽ? കണ്ടാൽ പേടിക്കുന്ന ശരീരപ്രകൃതമുള്ള അയാളല്ലേ? ആ അബൂജഹലിനെ ബദർ യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ അവിടെ മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് കിടക്കുന്ന നേരത്ത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്ന കുറിയ മനുഷ്യൻ നെഞ്ചത്ത് കയറിയിരുന്നിട്ട് കഴുത്തറുക്കുന്നുണ്ട്. അപ്പോഴും അബൂജഹൽ പറയുന്ന വാക്ക്, ഇവിടുന്ന് നറുക്കരുത്, അടിയിൽ നറുക്കണം, എന്റെ തല കണ്ടുകൊണ്ട് മുഹമ്മദ് പേടിക്കട്ടെ എന്നാണ്. മരിക്കുന്ന നേരത്ത് പോലും അബൂജഹലിന്റെ നാവാണ്. ആ അബൂജഹലിന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്ന കുറിയ മനുഷ്യൻ ആക്ഷേപിക്കപ്പെട്ടിരുന്ന സ്വഹാബി, ആ സ്വഹാബിയാണ് അവസാനമായി തലയറുക്കുന്നത്. ഈ അബൂജഹലിനെ കൊലപ്പെടുത്തുന്നത് 16-15 വയസ്സുള്ള 2 കുട്ടികൾ ചേർന്നുകൊണ്ടാണ്. അബൂജഹൽ നിന്ദ്യമായിട്ട് മരണപ്പെട്ടു പോയി. നിന്ദ്യതയാണ് റബ്ബിനോടുള്ള ധിക്കാരത്തിന്റെ മറുപടി. അത് വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും. വിശ്വാസികൾക്കിടയിൽ നിന്ന് നിന്ദ്യത, അള്ളാഹുവിനോട് ധിക്കാരം കാണിക്കുന്നവരോ റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മയില്ലാതെ ജീവിക്കുന്നവരോ ഉണ്ടെങ്കിൽ അത് ഈ പ്രപഞ്ചത്തിൽ അവർക്ക് ജീവിക്കാൻ യഥാർത്ഥത്തിൽ അർഹതയില്ല എന്നതാണ്. അത്തരക്കാരെ അള്ളാഹു നിന്ദ്യമാക്കി കളയും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ശാക്കിറായിരിക്കണം നമ്മൾ. നമുക്ക് സബർ ചെയ്യാൻ കഴിയണം. അള്ളാഹു നൽകിയ നിഅ്മത്തുകൾക്ക് ക്ഷമിക്കാൻ നമുക്ക് കഴിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരിക്കൽ മഹാനായ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, ഭൂമിയിൽ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങളുള്ള ആളുകൾ ആരാണ്? അപ്പൊ നബി തങ്ങൾ പറയുന്ന മറുപടി, ഏറ്റവും കൂടുതൽ റബ്ബിന്റെ പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങുന്നത് അമ്പിയാക്കളാണ്. ഏറ്റവും വലിയ പരീക്ഷണങ്ങൾ അവർക്കാണ്. പിന്നെ സ്വാലിഹ്യങ്ങളാണ്. അമ്പിയാക്കൾ നേരിട്ട പരീക്ഷണത്തിന്റെ ഒരു അംശമെങ്കിലും നമുക്ക് വന്നിട്ടുണ്ടോ? നെറുകെ പിളർത്തിയിട്ടില്ലേ അമ്പിയാക്കളെ? നെറുകെ പിളർത്തിയിട്ടില്ലേ? എത്ര വലിയ കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്.
പിന്നെ സ്വാലിഹീങ്ങളാണ്. സുമ്മൽ അംസലു ഫൽ അംസലു മിനന്നാസ്, പിന്നെ ജനങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും ഉത്തമരായ ആളുകൾ, റബ്ബിലേക്ക് പ്രിയപ്പെട്ട ആളുകളായിരിക്കും ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കുക, ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കുക. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, മാ യസാലുൽ ബലാഉ ബിൽ അബദ്, ഒരു അടിമക്ക് അല്ലാഹു തആല പരീക്ഷണങ്ങൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും. ഹത്താ യംശി അലാ ളഹ്റിൽ അർളി ലൈസ അലൈഹി ഖതീഅ, പരീക്ഷണങ്ങൾ അനുഭവിച്ച് ഓരോ പരീക്ഷണങ്ങൾ അനുഭവിക്കുമ്പോഴും അവന്റെ പാപങ്ങൾ അവനക്ക് പൊറുക്കപ്പെട്ടുകൊണ്ട് അവസാനം ഒരു തിന്മ പോലും അവന്റെ രേഖയിലില്ലാത്ത വിധത്തിൽ അങ്ങനെ പരീക്ഷണത്തിൽ കഴിഞ്ഞുകൊണ്ട് അവസാനമാകുമ്പോഴേക്ക് ഓരോ പരീക്ഷണങ്ങൾ കാരണത്താൽ അവന്റെ തിന്മകൾ അവർക്ക് മായ്ക്കപ്പെടുമെന്ന് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബുദ്ധിമുട്ടുകളില്ലാത്തവരാരാണ് ഈ ഭൂമിയിൽ? ബുദ്ധിമുട്ടുകൾ നോക്കിയിട്ട് അവന് ബുദ്ധിമുട്ടാണെന്ന് പറയരുത്. ആഖിറത്തിലേക്കുള്ള ഒരു ചവിട്ടുപടിയാണ്. എനിക്ക് അല്ലാഹു നൽകുന്ന പരീക്ഷണങ്ങൾ ആഖിറത്തിലേക്കുള്ള എനിക്കുള്ള ചവിട്ടുപടിയാണ്. നമ്മളെ കൂട്ടത്തിൽ എത്ര ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുണ്ട്. നിരന്തരമായി നിത്യരോഗങ്ങളുള്ള ആളുകൾ, നിത്യരോഗികളായ മാതാപിതാക്കളെ പരിചരിക്കാൻ വേണ്ടി സൗകര്യങ്ങളെ വേണ്ടെന്ന് വെച്ച ആളുകൾ, തങ്ങൾ ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ട നമ്മുടെ പൊന്നോമനകൾ രോഗം വന്ന് കിടക്കുന്നവർ, കുട്ടികൾ മരണപ്പെട്ടു പോയവർ, എത്രയെത്ര പരീക്ഷണങ്ങളാണ് ഈ ഭൂമിയിൽ ഓരോരുത്തരും അനുഭവിക്കുന്നത്. ആ പരീക്ഷണം അനുഭവിച്ച ആളുകളെ നോക്കി സഹതപിക്കുന്നവർ, ആ സഹതപിക്കുന്നവരെ നോക്കി നാളെ സ്വർഗത്തിൽ ഈ ഉള്ളവർ സഹതപിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങി ക്ഷമിച്ച് ആ ക്ഷമയുടെ പ്രതിഫലം സ്വർഗത്തിൽ വാങ്ങിയ ആളുകൾ സ്വർഗത്തിലെ ചാരു കസേരകളിൽ ഇരുന്നിട്ട് കപടവിശ്വാസികളെ നോക്കിയിട്ട് അവർ പുഞ്ചിരിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. ആരാ പരാജയപ്പെടുന്നത് ഇവിടെ? അവരെ കാണുമ്പോൾ നമുക്ക് സഹതാപമല്ല ഉണ്ടാകേണ്ടത്, അള്ളാഹു എനിക്ക് നൽകിയ നിഅമത്തിൽ റബ്ബേ എന്നെ ഷാക്കിറാക്കണമേ എന്ന തിരിച്ചറിവാണ്. അള്ളാഹു നമുക്ക് ഇതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നിഅമത്തുകളിൽ മതിമറക്കാതിരിക്കാനും അള്ളാഹുവിനോട് ശുക്ർ ചെയ്യാനും പ്രയാസങ്ങളിൽ സബ്ർ ചെയ്യാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ഈമാനിന്റെ ആത്മസംസ്കരണത്തിന്റെ ശീലങ്ങൾ ഓരോന്നോരോന്നായി നമ്മൾ പകർത്തിയെടുക്കുകയും ജീവിതത്തിന്റെ ഭാഗമാക്കുകയും ചെയ്യണം. അള്ളാഹു നമ്മെയും നമ്മുടെ അഹ്ലുകാരെയും അതിനെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ദുആ ചെയ്യുകയാണ്.